ലക്ഷ്മിയുടെ അയാളങ്ങ് ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നെ സഹായിക്കാൻ കഴിയുമോ? ഞാൻ മറുപടിക്കായി കാത്തിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. കുഞ്ഞിന്റെ ഒരു വാക്കേ വേണ്ടൂ. അടുത്ത മാസം വിവാഹമാണ്. എന്റെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്നതല്ലേ അതിന്റെ ഭംഗി. അഡ്വൈസ് വേണ്ടപ്പോ ചോദിച്ചോളാം. നേര് പറയും മോളെ, നിനക്ക് അയാളോട് വെറുപ്പുണ്ടോ? ഒറ്റ വാക്ക് പോരൂന്നുള്ള ഒറ്റ വാക്ക് മതിയായിരുന്നു പഴയ കല്യാണിക്കുട്ടിക്ക് ഒപ്പം ഇറങ്ങിപ്പോവാൻ. പക്ഷേ ഇന്ന് ലക്ഷ്മിയടത്തിയുടെ മനസ്സിന് സ്വല്പം ആശ്വാസം തരും മോളെ. കല്യാണിക്കുട്ടി സമ്മതിച്ചു. കാണണ്ടേ? വേണ്ട, പിന്നെ കാണാം. അമ്മ എവിടെ? ഇവിടെ എവിടെങ്കിലും കാണും. ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നു? അമ്മയെ കുറിച്ചാണോ ഈ പറയുന്നത്? അമ്മേ, എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ എന്നെ അനുഗ്രഹിക്കൂ. മോളെ, എന്നെ അമ്മയെന്ന് വിളിക്കാൻ എനിക്കൊരാളുണ്ടായി മോളെ. എനിക്ക് ആരുമില്ല. എന്റേതെന്ന് പറയാൻ എനിക്കാരുമില്ല മോളെ. എന്റെ മോൻ പോലും. അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്ക് എല്ലാവരും ഉണ്ടമ്മേ. എന്റെ മോള് ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾ എനിക്ക് തരൂ? ഞാനോ? ഞാനെന്താ അമ്മയ്ക്ക് തരേണ്ടത്? ഈ മോനെ മോൾ എനിക്ക് തരണം. എന്റെ മോനെ ഞാൻ നിനക്ക് തന്നില്ലേ? ഈ മോനെ നീ എനിക്ക് തരുമോളെ? തരില്ലേ? അമ്മ എടുത്തോളൂ അമ്മേ.
ശോഭയോട് ഒരുമിച്ച് എപ്പോഴെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദേവതയെപ്പോലെ ഞാൻ അവളെ ആരാധിക്കുമായിരുന്നു. എന്തോ സ്ത്രീയെക്കുറിച്ചുള്ള എന്റെ ധാരണകൾ മുഴുവൻ മാറ്റിത്തന്നത് ആ പെൺകുട്ടിയാണ്. എങ്ങനെ? എന്നെ തോൽപ്പിച്ചുകൊണ്ട്. ശോഭ എഴുതി വെച്ച ആ കത്തിലൂടെയാണ് ഞാൻ ആദ്യമായി തോൽവി അറിഞ്ഞത്. തോൽക്കരുത്. തോൽക്കാൻ പാടില്ല. എന്നെ കാണാനോ? ആരാ മോളെ? എന്നെ കാണാൻ ആരാ? അതല്ലമ്മേ, അമ്മയൊന്ന് കാണണം. വരൂ. അമ്മേ, എന്റെ മോനെ, എന്റെ മോനെ, എന്റെ മോനെ. കല്യാണിക്കുട്ടി, എനിക്കിന്ന് എന്തോ വലിയ സന്തോഷം തോന്നുന്നു. അമ്മയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്കെന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു ഒരു ഞാനും എന്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. എന്താ ഇത്ര ആലോചിക്കാൻ? അമ്മയ്ക്കായിരുന്നല്ലോ നിങ്ങളെക്കുറിച്ച് കൂടുതൽ. അമ്മയുണ്ടായിരുന്നെങ്കിൽ അവരായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. കല്യാണിക്കുട്ടി, എന്റെ ജീവിതത്തിൽ നീ നേരത്തെ കടന്നു വന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ദുഃഖം തോന്നുന്നു. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളേ ഉണ്ടാവില്ല. ഞാനിപ്പോ വരാം. വരട്ടരുത്. നമ്മുടെയൊക്കെ ആയുസ് ഒരു പിച്ചാത്തിപ്പിടിയിൽ ഒതുങ്ങുന്നതാ. അത് മറക്കരുത്. നീ എന്ത് ചെയ്യുമെന്നാ? എനിക്ക് ചാവാൻ മടിയില്ല. അത് ജയിലിൽ കിടന്നായാലും എനിക്കൊരുപോലെയാ. പക്ഷേ സാറിനതല്ല, ക്ഷീണമാ. വീട്ടിൽ തന്നെ കിടന്ന് ചാകണമെന്ന് നിർബന്ധം പിടിക്കുന്നതാ ബുദ്ധി. കാശ് തരാൻ മനസ്സിലെങ്കിൽ ആ വിവരം പറ, തുറന്നു പറ, ഞാൻ പോയേക്കാം. സാറിനെ പോലെ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ തന്തയ്ക്ക് പുറന്നവനാ, സാറിനെ പോലല്ല. ഹസൻ, ഇവിടെ വരൂ. എടാ, ഇത്തവണ കൂടെ ഞാൻ എന്തെങ്കിലും തരും. മേലാൽ ഇതിന്റെ പേരും പറഞ്ഞ് പഠിക്കാത്ത നീ കാലുകുത്തിയാൽ നിന്റെ ശവം പോലും ഞാൻ പുറത്തുവിടില്ല.
സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും സാധ്യമല്ല എന്നർത്ഥം എടുക്കരുത്. ഇന്നെന്തുകൊണ്ട് സാധ്യമല്ല? കുഞ്ഞെ, എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സൗജന്യമൊന്നും ആവശ്യപ്പെട്ടില്ല. അവകാശമാണോ? അതെ. നിന്റെ കൊടികുത്തിയ അമ്മാവന്മാരുണ്ടല്ലോ, അവന്മാര് പോലും എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. പിന്നാണ് ഇന്നലത്തെ നീ. മനുഷ്യനെ നാണം വേണം. കൊടുക്കാനല്ലേ മനസ്സിൽ വരാൻ. ശരിക്കൊന്ന് ഉറങ്ങണം. You may go. ക്ഷമിക്കണം, ഞാനെല്ലാം കേട്ടു. കേട്ടല്ലോ? ആ, നന്നായി. എന്തിനാ പണമെന്ന് അറിയാമോ? അറിയാം. ഒരു ടാക്സി ഡ്രൈവർക്ക് കൊടുക്കാൻ.